ഹായ്, നമ്മൾ ബോർഡ് എക്സാമിന് പഠിക്കുമ്പോൾ ബയോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഫിസിയോളജിയുടെ ഭാഗത്തു നിന്നാണ്. അതെന്താ സാറേ? നമ്മുടെ ലങ്സ്, ഹാർട്ട്, കിഡ്നി, പിന്നെ നെർവസ് സിസ്റ്റം, നാഡീവ്യവസ്ഥ, ആ ഭാഗത്തു നിന്നാണ് കൂടുതൽ ബയോളജി ക്വസ്റ്റ്യൻ വരാറുള്ളത്. അങ്ങനത്തെ ഒന്ന് രണ്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇതാ പിടിച്ചോ, നോക്കിക്കോ. ഒന്നാം ചോദ്യം കിഡ്നിയുടെ ഭാഗത്ത് നിന്നുള്ളതാണ്. നമ്മുടെ നോക്കിക്കോ, ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ട്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് വായിച്ചു നോക്കിയിട്ട് നമ്മുടെ ഉത്തരം ചെയ്താൽ വേണ്ടി പറഞ്ഞു. ഇതാ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് സാറേ? ഡയാലിസിസ് എ ട്രീറ്റ്മെന്റ് ഫോർ വിച്ച് പേഷ്യന്റ്? ഏത് തരത്തിലുള്ള രോഗികൾക്കുള്ള ചികിത്സാ രീതിയാണ് ഡയാലിസിസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഡയാലിസിസ് വൃക്ക കംപ്ലൈന്റ് ആയാൽ, കിഡ്നിക്ക് എന്ത് ഡിഫക്റ്റ് വന്നാലാണ് എന്ത് ചെയ്യാറുള്ളത്? ഡയാലിസിസ് ചെയ്യാറുള്ളത്. അപ്പോൾ എന്ത് ഉത്തരം കൊടുക്കണം? ഡയാലിസിസ് ചെയ്യാറുള്ളത് വൃക്ക രോഗികൾക്കാണ്, കിഡ്നി സംബന്ധമായ രോഗികൾക്കാണ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് ചിത്രത്തിൽ 1, 2 എന്ന് അടയാളപ്പെടുത്തിയിട്ട് ഭാഗങ്ങളുടെ പേര് എഴുതുക. സാർ 1, 2 ഏതാണ്? ഇതാ 1, 2. ഓ സാർ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ പയറ് പോലെയുള്ളത്, ബീൻസ് പോലുള്ളത്? എന്താണ് മക്കളെ? അത് കിഡ്നിയാണ്, വൃക്കയാണ് സാറേ, വൃക്കയാണ്. യെസ്, കിഡ്നിയാണ്. പിന്നെന്താണ്? രണ്ടാമത്തെ ഇതാണ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇത്? മൂത്രാശയ സഞ്ചിയാണ്, യൂറിനറി ബ്ലാഡർ ആണ്, മൂത്രാശയ സഞ്ചിയാണ്, ബ്ലാഡർ ആണ് കേട്ടോ. ഓക്കെ, എങ്കിൽ അടുത്ത ചോദ്യം എന്താണ്? റൈറ്റ് ദ നെയിംസ് ഓഫ് ദ പാർട്ട് മാർക്ക്. ഓ യെസ്, പോയതു. പിന്നെന്താണ്? എക്സ്ക്രീറ്ററി ഓർഗൻസ് ഓഫ് ഹ്യൂമൻ ബോഡി. മറ്റ് ഏതെല്ലാം എക്സ്ക്രീറ്ററി ഓർഗൻസ് ഉണ്ട്? വിസർജന അവയവങ്ങളാണ് മനുഷ്യനുള്ളത്. നമ്മൾ പറഞ്ഞു, വൃക്ക പറഞ്ഞു, മൂത്രമായിട്ട് കളയാനുണ്ട്, വൃക്കയുണ്ട്. ബാക്കി ഏതൊക്കെ രീതിയിലാണ് എന്ത് പോകാറുള്ളത്? നമ്മുടെ വിസർജനങ്ങളെ പുറന്തള്ളാറുള്ള നമ്മുടെ ശരീരം ഏതൊക്കെ രീതിയിലാണ് മക്കളെ? ത്വക്കിലൂടെ പുറന്തള്ളാറുണ്ട് അല്ലെ. ത്വക്കില് വിയർപ്പ് ഒരു വിസർജ വസ്തുവാണ്, ത്വക്കിലൂടെ പുറന്തള്ളും അല്ലെ, വിയർപ്പ് സ്കിന്നിലൂടെ. പിന്നെ ലിവർ എന്തിനു സഹായിക്കുന്നുണ്ട്? കരൾ എന്തിനു സഹായിക്കുന്നുണ്ട് മക്കളെ? യെസ്, നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസിനെ പുറത്തോട്ട് ചാമ്പാൻ, പുറന്തള്ളാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നുള്ളത് ശ്വാസകോശമാണ്, ലങ്സ് ആണ്. സാർ ലങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസം എടുക്കാനും പുറന്തള്ളാനും അല്ലേ? അവിടെ എവിടെ സാറേ നമ്മുടെ എക്സ്ക്രീഷൻ എവിടെ, വിസർജന എവിടെ എന്ന് ചോദിച്ചാൽ എൻ്റെ മക്കളെ എന്താണ് മക്കളെ? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നില്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്താണ്? ഒരു വിസർജ വസ്തുവാണ്, നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുവാണ്. അതിന് പുറന്തള്ളാൻ സഹായിക്കുന്നുണ്ട് ആര്? ശ്വാസകോശം, ലങ്സ്. അങ്ങനെ ലങ്സും എന്താണ്? ഒരു വിസർജന അവയവമാണ്. അപ്പോൾ കിഡ്നി അല്ലാതെ, വൃക്കയല്ലാതെ ബാക്കി 3 ഉണ്ട്. സ്കിന്ന് അഥവാ ത്വക്ക്, ലിവർ അഥവാ കരള്, പിന്നെ ശ്വാസകോശം അഥവാ ലങ്സ്. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം എന്താണ്? നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഓർഗൻസ്, ഒരുപാട് അവയവങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ചോദിക്കുകയാണ്, ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഡൈജഷൻ ഓഫ് ഫുഡ് കംപ്ലീറ്റഡ്? ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നത് ദഹനേന്ദ്രിയത്തിന്റെ ഏത് ഭാഗത്ത് വെച്ചാണ്? നമ്മുടെ വായിലൂടെ കഴിച്ചിട്ട് തുടങ്ങുകയാണ് അല്ലേ, എന്നിട്ട് ഏതോ ഭാഗത്ത് വെച്ചിട്ട് ദഹനം പൂർത്തിയാകും, ഡൈജഷൻ കംപ്ലീറ്റ് ആകും. എവിടെ വെച്ചിട്ടാണ്? എൻ്റെ മക്കൾ ഓർത്ത് വെക്കണം, ചെറുകുടലിൽ വെച്ചിട്ടാണ്, സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് എന്ത് സംഭവിക്കാറുള്ളത്? ദഹനം പൂർത്തിയാകാറുള്ളത്. എൻ്റെ മക്കൾ എന്ത് ചെയ്യണം മക്കളെ? ഒരിക്കലും മറക്കാൻ പാടില്ല. കട്ടക്ക് പിടിച്ചോ കൂടെ പിടിച്ചിരുന്നോ, എന്താണ് സ്മാൾ ഇൻറ്റസ്റ്റൈൻ വെച്ചിട്ട് എന്ത് ചെയ്യാറുള്ളത്? ഡൈജഷൻ ഓഫ് ഫുഡ് കംപ്ലീറ്റ് ചെയ്യാറുള്ളത്. എങ്കിൽ സാറേ അടുത്ത ചോദ്യം എന്താണ് സാർ? അടുത്ത ചോദ്യം, വാട്ട് ഈസ് പെരിസ്റ്റാൾസിസ്? പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കൾ? നോക്കിക്കോ, പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാൽ വേവിലേക്ക് മൂവ്മെന്റ് ആണ്. തരംഗം എന്ന് പറഞ്ഞാൽ വേവ്. ഇങ്ങനെ ആരാണ് ഇങ്ങനെ പോണത്? നമ്മുടെ ഈസോഫേജിയൽ വാൾവ്. ഇവിടെ നിന്നിട്ട് വായിൽ നിന്നും ആമാശയത്തിലോട്ടും ചെറുകുടലിലോട്ടും ഫുഡ് എത്തിക്കുന്ന ഒരു വാളുണ്ട്, അഥവാ നമ്മുടെ അന്നനാളമുണ്ട്. ഈ അന്നനാളം എന്ത് ചെയ്യുന്നു? അത് ഇങ്ങനെ കളിക്കും, അഥവാ എന്ത് ചെയ്യുന്നു? ഒരു തരംഗ രൂപത്തിൽ ഇങ്ങനെ ചലിക്കും. എന്തിനാണ് വേണ്ടിയിട്ടാണ്? ഇവിടെ ആഹാരം അവിടെ വൈക്കലും തങ്ങി നിൽക്കാതെ കൃത്യമായിട്ട് ആമാശയത്തിലോട്ടും ചെറുകുടലിലും എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഈസോഫേജിയൽ വാള് അഥവാ നമ്മുടെ അന്നപഥത്തിന്റെ വാള്, ഭിത്തികൾ എന്ത് ചെയ്യുന്നു സാറേ? തരംഗ രൂപത്തിൽ ചലിക്കുന്നു. ആ ചലനത്തെ എന്ത് വിളിക്കുന്നത്? പെരിസ്റ്റാൾസിസ് എന്ന് വിളിക്കാറുള്ളത്. എന്താണ് പെരിസ്റ്റാൾസിസ്? എൻ്റെ മക്കളോട് ചോദിച്ചാൽ മക്കൾ എന്ത് ചെയ്താ? ഈസോഫേജിയൽ വാളിന്റെ തരംഗ രൂപത്തിലുള്ള ചലനം അഥവാ വേവിലേക്ക് മൂവ്മെന്റ് ഓഫ് ഈസോഫേജിയൽ വാള്. മലയാളത്തിൽ ചോദിക്കുകയാണെങ്കിലോ, പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാൽ അന്നനാളത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് എന്ത്? പെരിസ്റ്റാൾസിസ്. അത് കണ്ട് ചോദിക്കണം എൻ്റെ മക്കളോട്, മാംസാദികളുടെ കോമ്പല്ലുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വളരെയധികം വികാസം പ്രാപിച്ചതാണ്. അഥവാ കനൈൻ ടീത്ത്, കാർണിവോറസിന്റെ കനൈൻ ടീത്ത് നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കടിച്ച് കീറാൻ അല്ലേ. മാംസാരികൾക്ക് മാംസം കഴിക്കുമ്പോൾ കടിച്ച് കീറി പറിച്ചെടുക്കണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് കനൈൻ ടീത്ത് ഉള്ളത്, കോമ്പല്ലുകൾ ഉള്ളത്. ആ കോമ്പല്ലുകളുടെ യൂസ് ചോദിച്ചിട്ടുള്ളത്. ഹൗ ദ റിലേറ്റ് ടു ഡയറ്ററി ഓഫ് ഹാബിറ്റ്, അഥവാ ഇത് എങ്ങനെയാണ് ഇത് നമ്മുടെ ഭക്ഷണത്തിന് സഹായിക്കുന്നത്? ആഹാരവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അഥവാ കോമ്പല്ലുകളുടെ കനൈൻ ടീത്തിൽ എന്ത് സഹായിക്കുന്നുണ്ട് മക്കളെ? കടിച്ച്
കീറാൻ അല്ലെ ബൈറ്റിംഗ് ആൻഡ് ടിയറിംഗ് എന്ന് സഹായിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം, പോഷണത്തിന്റെ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തി ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. നമ്മുടെ പോഷണത്തിന് 5 ഘട്ടങ്ങളുണ്ട്, ന്യൂട്രീഷന് 5 ഘട്ടങ്ങളുണ്ട്. ആ 5 കൊടുത്തിട്ടുണ്ടോ? ഇല്ല സാറേ. 1 കൊടുത്തിട്ടുണ്ട്, 2 കൊടുത്തിട്ടില്ല, 3 കൊടുത്തിട്ടുണ്ട്, 4 കൊടുത്തിട്ടില്ല, 5 കൊടുത്തിട്ടുണ്ട്. അഥവാ 5 സ്റ്റെപ്പാണുള്ളത് നമ്മുടെ ന്യൂട്രീഷൻ ഉള്ളത്. ആ സ്റ്റേജുകൾ കംപ്ലീറ്റ് ചെയ്യണം. 1 ഇഞ്ചക്ഷൻ ആണ്, ഫുഡ് കഴിക്കുക, ആഹാരം സ്വീകരിക്കുകയാണ് 1. പിന്നെന്താണ്? 3ാമത് കൊടുത്തിട്ടുണ്ട് ആഗിരണം. ആഗിരണം ചെയ്യുന്നതിന് എന്ത് സംഭവിക്കണം? ഡൈജഷൻ സംഭവിക്കണം, ദഹനം സംഭവിക്കണം. എന്നാലല്ല ദഹിച്ച വസ്തുക്കൾ, ദഹിച്ചിട്ടുള്ള ആഹാരം ആഗിരണം ചെയ്യാൻ പറ്റുള്ള നമ്മുടെ ശരീരത്തിലോട്ട്. ആ ആഗിരണം ചെയ്യുന്നതിന് എന്ത് സംഭവിക്കണം മക്കളെ? 2ാമത്തെ പ്രോസസ്സായിട്ട് ദഹനം സംഭവിക്കണം, ഡൈജഷൻ സംഭവിക്കണം. ഡൈജസ്റ്റ് സംഭവിച്ചു, ദഹിച്ചു, ആ ദഹിച്ച വസ്തുക്കൾ ആഗിരണം ചെയ്തു, അബ്സോർപ്ഷൻ ചെയ്തു. എന്നിട്ട് അവസാനത്തെ ഇജഷൻ. ഇജഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മലവിസർജനം. വേസ്റ്റുകളെ പുറന്തള്ളാണ് മലവിസർജനം. ആഹാരങ്ങൾ സ്വീകരിക്കുന്നു, പുറന്തള്ളുന്നു. ഇതിന്റെ രണ്ടിന്റെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ സ്വീകരിച്ച ആഗിരണം ചെയ്ത നമ്മുടെ ന്യൂട്രിയൻസ് ഒടുക്കു പോകുന്നുണ്ട്, നമ്മുടെ ബ്ലഡിലോട്ട് എത്തുന്നുണ്ട്. ഈ പ്രോസസ്സിനെ നമ്മൾ അസിമിലേഷൻ വിളിക്കും, സ്വാംശീകരണം എന്ന് വിളിക്കും. സ്വാംശീകരണം. സ്ഥലമില്ലല്ലോ. യെസ്, അസിമിലേഷൻ. അങ്ങനെ 5 പ്രോസസ്സാണ് എന്തിനുള്ളത്? നമ്മുടെ ന്യൂട്രീഷ്യസ് ഉള്ളത്. 5 സ്റ്റേജ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇജഷൻ ഉണ്ട്, ഫുഡ് കഴിക്കൽ, ഡൈജഷൻ ദഹനം, അബ്സോർപ്ഷൻ ആഗിരണം, അസിമിലേഷൻ സ്വാംശീകരണം, പിന്നെന്താണ് ഇജഷൻ അഥവാ മലമൂത്ര വിസർജനത്തിലൂടെ പുറന്തള്ള. എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? നമ്മൾ ബയോളജി പഠിക്കുമ്പോൾ ഫിസിയോളജിയുടെ ഭാഗങ്ങൾ എന്ത് ചെയ്യണം? നല്ലപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലങ്സ്, കിഡ്നി, ഹാർട്ട്, നെർവസ് സിസ്റ്റം, നാഡീവ്യവസ്ഥ, ഈ ഭാഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നല്ല രീതിയിൽ പഠിക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വീണ്ടും വരും. ഇമ്പോർട്ടൻ്റ് വീഡിയോകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക മക്കളെ? എല്ലാവരും എന്ത് ചെയ്യുക? നല്ല വഴി പഠിക്കുക. എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ കേട്ടോ.